ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നേന്ത്രപ്പഴം നല്ല പഴുത്തുണ്ടായിരുന്നു. അപ്പോൾ അത് കളയണ്ട വെച്ചിട്ട് അതുകൊണ്ട് ഇന്നൊരു സ്നാക്സ് തയ്യാറാക്കട്ടെ. അത് നന്നായി പഴുത്തായി കാരണം വേഗം വെന്തുണ്ട് കേട്ടോ. ആവിയിൽ വേവിച്ചപ്പോൾ കണ്ടോ, നന്നായി പുഴുങ്ങി വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ചൂടോട് കൂടി നമുക്ക് ഉടച്ചുണ്ടാക്കാം. വേഗം ഉടയേണ്ടി കണ്ട ഗ്ലാസ് കൊണ്ട് അമർത്തി കൊടുക്കുമ്പോൾ ആവി പറക്കണ നോക്കി നല്ല ചൂടോട് കൂടി കേട്ടോ ഞാനത് ഉടച്ചെടുക്കണത്. അപ്പോൾ നന്നായി നന്നായി കുഴച്ച് എടുക്കണം നമുക്ക് കിട്ടാം. അതിനായിട്ട് അപ്പോൾ ഗ്ലാസ് കൊണ്ട് ഇപ്പോൾ തന്നെ ചൂടോട് കൂടി പൊടിച്ചാൽ നന്നായി ഉടഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഞാൻ ഗ്ലാസ് കൊണ്ട് മുഴുവനാക്കി ഉടച്ചെടുത്തിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു കപ്പ് 250 ml ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് കുഴച്ച് നോക്കട്ടെ എത്ര ആവശ്യമുണ്ടെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് കുറേശ്ശെ ഇട്ടിട്ട് കുഴയ്ക്കുകയാണ് കേട്ടോ. പഴവും മൈദയും കൂടിയിട്ട് നന്നായി മിക്സാക്കി കുഴച്ചെടുക്കുക. അപ്പോൾ ഇനി ഒരു മുക്കാൽ പാത്രത്തോളം ഇട്ടുണ്ട്. ഇനിയും കുറച്ച് വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ കോൺഫ്ലവറിൻ്റെ പൊടി ഒരു കപ്പ് എടുക്കണം കേട്ടോ, ഒരു 3 ടീസ്പൂണോളം. അത് അതിൽ ചേർത്തിട്ടൊന്ന് മിക്സാക്കിയിട്ടിട്ട്. അപ്പോൾ കോൺഫ്ലവറിൻ്റെ പൊടി ആകുമ്പോൾ വേഗം ഇങ്ങനെ വെള്ളം വലിഞ്ഞ് കിട്ടും. പിന്നെ ഒരു ക്രിസ്പിക്കൊക്കെ നല്ലതാണ് കേട്ടോ കോൺഫ്ലവറിൻ്റെ പൊടി. ബാക്കി അപ്പോൾ ഞാൻ അതിൽ പഞ്ചസാര പൊടിച്ചിട്ടുണ്ടായിരുന്നു 1/4 കപ്പ്, അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഏലക്കായ ഒരു 5-6 ചതച്ചതുണ്ടായിരുന്നു, അതും ചേർത്തു. ഇവിടെ എള്ള് ഒരു 1/2 ടീസ്പൂണോളം ചേർത്തു. എല്ലാം കൂടി കൈകൊണ്ട് നന്നായി ഒന്നുകൂടി മിക്സാക്കി കുഴച്ച് നോക്കട്ടെ. അപ്പോൾ പഞ്ചസാര പൊടി ഇട്ടിട്ട് കുഴച്ചപ്പോൾ ഒന്ന് നനഞ്ഞ പോലെ മാവ് ഒരു നനവാണ് വന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒന്നുകൂടിയും ഒരു കൃതായി കിട്ടണ്ട, നമുക്കൊന്നുകൂടി മാവിനെ ഉറപ്പിൽ കിട്ടണ്ട പരത്തേണ്ടത്. ചപ്പാത്തി മാവ് കുഴക്കണ പോലെ കുഴച്ചിട്ട് നമ്മൾ പരത്തേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടിയും ഒരു ഉറപ്പായി കിട്ടണം മാവിൻ്റെ കണ്ട. അപ്പോൾ പഞ്ചസാര കുഴച്ചപ്പോൾ ഒരു ലൂസ് വന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടിയും മാവ് കപ്പിലുണ്ടായിരുന്നിട്ടിട്ട് കുഴച്ചു വിട്ടോ. അല്ല 250 ml കപ്പ് മുഴുവൻ മാവ് ഞാൻ എടുത്തു കേട്ടോ. എന്നിട്ട് കുഴച്ചിട്ട് ഇതിപ്പോൾ ഇങ്ങനെ കറക്റ്റായി വെച്ചത്. അതൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിന് ശേഷം എടുത്തതേ ഒരു ഉരുള കയ്യിൽ മിക്സാക്കി എടുക്കാട്ടായിരുന്നു. ചപ്പാത്തി പരത്തണ പോലെ പരത്താനായിട്ട് ഒരു പലക എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തി കൊടുക്കാട്ടോ. കൈ കൊണ്ടല്ല വടി കൊണ്ട് പരത്താം. കൈ കൊണ്ട് പരത്തിയാൽ വല്ലാണ്ട് നൈസായി കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വടി കൊണ്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ അത് കണ്ട അതുപോലെ നന്നായി പരത്തി പറ്റാവുന്ന തരത്തിൽ നീളത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഇങ്ങനെ ഒരു അരിയിൽ ഇങ്ങനെ ചുരുട്ടി എടുക്കുക കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി കൊടുത്ത് അങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഉരുട്ടി എടുക്കുക, നന്നായി ഉറപ്പിക്കുക. എന്നിട്ട് വിട്ട് അഴിഞ്ഞ് പോരരുത്. അതിനെ ഒന്നുകൂടി നന്നായി കലയാൻ വേണ്ടിയിട്ടൊന്ന് ഉരുട്ടി നന്നായി മിക്സാക്കി എടുക്കുക. ഇങ്ങനെ ഉരുട്ടിയെടുക്കുക കേട്ടോ. റോള് പോലെ അങ്ങനെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ജോയിൻ്റൊക്കെ ഒന്ന് ഉറച്ചോളും അങ്ങനെ ഉരുട്ടി കൊടുക്കുമ്പോൾ. പിന്നെ അത് നമുക്ക് ഏതെങ്കിലും ഒരു കത്തര എടുത്തിട്ട് കത്തര കൊണ്ട് ഇങ്ങനെ പീസുകളാക്കി മുറിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇങ്ങനെ പീസുകളാക്കി മുറിച്ചെടുത്തിട്ട് ഇനി റോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനെല്ലാ മാവും ഇതുപോലെ ഞാൻ പരത്തി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറേശ്ശെ നമ്മൾ തയ്യാറാക്കിയ സ്നാക്സ് ഉണ്ടല്ലോ, പഴം മൈദ കൂട്ടി കുഴച്ചത്, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ നല്ല 4 പറം കുറേശ്ശെ ഒരു തട്ടിന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് എണ്ണ കിടന്ന് തിളച്ച് അടിഭാഗം ഒരുവിധം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ മറിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ചൂടുള്ള എണ്ണയിൽ കാരണം വേഗം അടിഭാഗം ആവണുണ്ട് കണ്ട. ആദ്യം ഇട്ടതൊക്കെ അടിഭാഗം ഒരു കളർ മാറി തുടങ്ങി. അപ്പോൾ വേഗം ഞാൻ മറച്ചു കൊടുക്കട്ടെ അടിഭാഗം. അപ്പോൾ കണ്ട വേഗം ആവണുണ്ട്. മൈദയൊക്കെ അല്ലേ, കാരണം വേഗം റോസ്റ്റ് ആവണ്ടിട്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രിപ്പ് ആയി കോരി എടുക്കാട്ടോ. അതുപോലെ എല്ലാ സ്നാക്സും നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാട്ടോ. കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ തന്നെ, കഴിക്കാനും നല്ല രസമാട്ടോ അത്. അപ്പോൾ ഇതുപോലെ മറ്റുള്ളതും ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കട്ടെ എല്ലാതും. ഇത് എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൈപ്പിടിച്ച് നടന്ന് ഞാനും ഇങ്ങനെ ആക്കിയാലും കഴിക്കാൻ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ അത് എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ പിന്നാലെ നമുക്ക് കുറച്ച് അത് റോസ്റ്റായി വരുമ്പോൾ നാളികേരം ഒരു 1/2 കപ്പ് നാളികേരം ഇട്ടിട്ട് റോസ്റ്റ് ആക്കാം കേട്ടോ. 1/2 കപ്പ് നാളികേരം ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് ആ നെയ്യിൽ കിടന്ന് നന്നായി ഒന്ന് റോസ്റ്റായി കിട്ടട്ടെ കേട്ടോ. നല്ലോണം അങ്ങനെ മുരിഞ്ഞ പോലെ ആവണ്ട, ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച സ്നാക്സിൽ എന്നിട്ട് കൊട്ടി കൊടുക്കുക.
കണ്ട അത്യാവശ്യം ഇപ്പോൾ ഒരു റോസ്റ്റ് ആയിട്ടുണ്ട്. വല്ലാണ്ട് ഇങ്ങനെ മുരിഞ്ഞ പോലെ ആവണ്ട കേട്ടോ, അങ്ങനെ മതി. അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച സ്നാക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായി മിക്സാക്കി ഇളക്കുക കേട്ടോ. എല്ലാവരും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് നന്നായി മിക്സാക്കി അടിയിൽ നിന്ന് നാളികേരമൊക്കെ മുകളിലേക്ക് മറച്ചിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. വേണ്ടവർക്ക് ഇതൊന്ന് മുറിച്ചിട്ടിട്ട് ആണെങ്കിൽ അതൊന്നും ഒന്നുകൂടി നന്നാവും കേട്ടോ. അപ്പോൾ കഴിക്കാനായിട്ട് ഇത് ഒന്ന് നടുഭാഗം മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിക്കാൻ വല്ലാതും അതിലേക്ക് യോജിച്ച് കിട്ടും വേഗം. അതിന് സമയമില്ലാത്തവരെ അങ്ങനെ ഇട്ടതാട്ടോ. താല്പര്യമുള്ളവർക്ക് അങ്ങനെ മുറിച്ചിട്ടിട്ട് യോജിപ്പിക്കുക. അപ്പോൾ ഒന്നുകൂടിയും ഇതിൽ യോജിച്ച് കിട്ടും. ഇപ്പം അല്ലാതെ റോസ്റ്റ് ഇങ്ങനെ എല്ലാം ആക്കി കഴിഞ്ഞിട്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ആ പ്ലേറ്റിലേക്ക് മാറ്റി കണ്ട നല്ല ഭംഗിയിൽ കാണാൻ, കഴിക്കാനും നല്ല രസമുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അതേ മുറിച്ച് നോക്കുമ്പോൾ ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തട്ടെ. അപ്പോൾ പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ.